Good morning, students. At the university question, using Green's theorem, evaluate integral of c xy dy minus y dx, where c is the circle x square plus y square is equal to 4. So, function we evaluate x dy minus y dx. Evaluate the theorem Green's theorem. നമ്മുടെ കർവ് ഏതാണ്? C സർക്കിൾ x square plus y square is equal to 4. ഇത് എന്ത് ചോദിച്ചതാണ്? മെയ് 2019 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. ഇപ്പൊ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലം ആയതുകൊണ്ട് ആദ്യം നമ്മൾ ഗ്രീൻസ് തിയറം എഴുതാം. ഗ്രീൻസ് തിയറം ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. ഗ്രീൻസ് തിയറം ഇന്റഗ്രൽ ഓഫ് c f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f by dou y into dA. ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. ഇന്റഗ്രൽ ഓഫ് c f of xy dx plus g of xy dy is equal to double integral r dou g by dou x minus dou f by dou y into dA. ഇവിടെ നമുക്ക് g കണ്ടുപിടിക്കണം, f കണ്ടുപിടിക്കണം. f എന്താണ്? f എന്ന് പറയുന്നത് dx ന്റെ കോഎഫിഷ്യന്റ് ആണ്. f എന്ന് പറയുന്നത് dx ന്റെ കോഎഫിഷ്യന്റ് ആണ് -y. g എന്ന് പറയുന്നത് എന്താണ്? dy യുടെ കോഎഫിഷ്യന്റ് ആണ് x. അപ്പോൾ f is equal to -y, g is equal to x. ഇനി നമ്മൾ എന്ത് ചെയ്യണം? f എന്ന ഫംഗ്ഷനെ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dou f by dou y നമുക്ക് എന്ത് കിട്ടാം? -1. g എന്ന ഫംഗ്ഷനെ നമ്മൾ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1. അപ്പോൾ dou g by dou x കിട്ടി, dou f by dou y കിട്ടി. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ dou g by dou x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. dou f by dou y എന്ന് പറഞ്ഞാൽ -1. Therefore 1 minus -1 dA. That is equal to 2 പുറത്തെടുക്കുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ dA. ഡബിൾ ഇന്റഗ്രൽ dA. ഡബിൾ ഇന്റഗ്രൽ dA ഓവർ r. ഇവിടെ c എന്ന് പറയുന്ന സർക്കിൾ ഏതാണ്? സർക്കിൾ ആണ് x square plus y square equal to 4. ഒരു സർക്കിൾ ആണ്. ഇതൊരു സർക്കിളിന്റെ ഏരിയ ആണ്. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? 2 into pi r square ആണ്. സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല pi r square. ഇവിടെ r എന്ന് പറയുന്നത് എന്താണ്? x square plus y square equal to 4. Therefore r is equal to 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? pi into 2 square. 2 square എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ 8 pi. Therefore ഇതിന്റെ ആൻസർ എത്രയാണ്? 8 pi എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് പ്രൂവ് ചെയ്ത പ്രോബ്ലം ആണ്. അപ്പൊ ഗ്രീൻസ് തിയറം നമ്മൾ ഓർത്തിരിക്കുക. എന്താണ് ഗ്രീൻസ് തിയറം? ഇന്റഗ്രൽ ഓഫ് c f of xy dx plus g of xy dy is equal to double integral over r dou g by dou x minus dou f by dou y. dou g by dou x minus dou f by dou y into dA. ഇതാണ് ഗ്രീൻസ് തിയറം. തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്നും f നമ്മൾ കണ്ടുപിടിച്ചു. dx ന്റെ കോഎഫിഷ്യന്റ് ആണ് f. അതുപോലെ തന്നെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ dy യുടെ കോഎഫിഷ്യന്റ് ആണ് g. അപ്പോൾ f ഉം g നമുക്ക് കിട്ടി. f is equal to -y കിട്ടി, g is equal to x. ഇനി നമ്മൾ f എന്ന ഫംഗ്ഷനെ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. x എന്ന ഫംഗ്ഷൻ g എന്ന ഫംഗ്ഷനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ആൻസർ -1 ഉം +1 ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - -1 വരും. 1 minus -1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ 2 നമ്മൾ പുറത്തേക്ക് എഴുതും. 2 into double integral over r dA. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സർക്കിൾ c എന്നുള്ള കർവ് ഏതാണ്? സർക്കിൾ ആണ്. ഡബിൾ ഇന്റഗ്രൽ dA എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? pi r സ്ക്വയർ. ഈ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല pi r സ്ക്വയർ. ഇവിടെ r എന്താണ്? r is equal to 2 ആണ്. r is equal to 2. അപ്പൊ നമ്മള് ഈ r ന് പകരം 2 കൊടുത്തു കഴിയുമ്പോൾ 2 into pi into 4. Therefore final answer will be 8 pi. 8 pi എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇത് ചോദിച്ച വർഷം ഏതാണ്? മെയ് 2019 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ച. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.